അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കണ്ടന്റ് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്തായാലും ചില ആളുകൾ നമുക്കെതിരെ മോശപ്പെട്ട കമന്റുമായി വരാം, ചിലപ്പോൾ ഒരു വർഗീയതയായിട്ടൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്നാലും ഇത് തുടർന്ന് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഹൈന്ദവ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇസ്ലാം മതത്തിനെ ഒരു എതിരാളിയാക്കുകയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ ഒരു ശത്രുവശത്ത് വെക്കാൻ വേണ്ടി മാത്രം ഒരു പേജ് പ്രവർത്തിക്കണം. ഇതാണ് ആ പേജ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ പേജിൽ സ്ഥിരമായിട്ട് ഇടുന്നത് ഹാരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരുടെ വീഡിയോ, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുഹമ്മദ് നബീനെയും കുറിച്ചിട്ടുള്ള ഇവൻ്റെ വൃത്തികേട് പറയുന്നത് മാത്രം ഇട്ടുകൊണ്ട്, അതുപോലെ അങ്ങനത്തെ വിഷയങ്ങൾ മാത്രം ഇട്ടുകൊണ്ടിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേജിൻ്റെ പേരെന്താ? സനാതന ധർമ്മം. അതിൻ്റെ അർത്ഥം എന്താന്ന് പോലും ആ നാറികൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അതിൻ്റെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതിൻ്റെ മഹത്വം എന്താന്ന് പോലും ഈ നാറികൾക്ക് അറിയില്ല. എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു പേജ് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ, മുഹമ്മദ് നബി ചെറിയ കുട്ടിയെ കല്യാണം കഴിച്ചതും അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുന്നതും അങ്ങനത്തെ സംഭവമൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ലോകത്ത് നിന്നിട്ട് എവിടെ നിന്ന് ചോദിക്കട്ടോ. ഈ ചോദ്യത്തിനുള്ള ഉത്തരമല്ലാതെ, ഇതിൽ കാണുന്ന ഉത്തരമല്ലാതെ അതിൻ്റെ ഒരു പല വേഷങ്ങളായിട്ട് പറയും. അതായത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് തരിക, പക്ഷെ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ചോദ്യം ചോദിക്കാം. വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരു ദേവനോ അല്ലെങ്കിൽ ദേവിയോ ഉണ്ടോ അന്നത്തെ കാലഘട്ടത്തിൽ? അന്നത്തെ കാലഘട്ടത്തിലെ രീതികൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതരായവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീരാമനും സീതയുമാണ്. വാൽമീകി രാമായണത്തിലെ സൂചനകൾ പ്രകാരം അവരുടെ വിവാഹ സമയത്തെ പ്രായം പലരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 1. സീതയും ശ്രീരാമനും. രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിൽ സീത തന്നെ രാവണനോട് തന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതനുസരിച്ച് സീതയുടെ പ്രായം വിവാഹ സമയത്ത് സീതയ്ക്ക് ഏകദേശം 6 വയസ്സായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശ്രീരാമന്റെ പ്രായം ആ സമയത്ത് രാമന് ഏകദേശം 13 വയസ്സും. വിവാഹശേഷം 12 വർഷം അയോധ്യയിൽ താമസിച്ച ശേഷമാണ് അവർ വനവാസത്തിന് പോകുന്നത്. വനവാസത്തിന് പോകുമ്പോൾ സീതയ്ക്ക് 18 വയസ്സും രാമന് 25 വയസ്സുമായിരുന്നു എന്നാണ് കണക്ക്. 2. ഉഷയും അനിരുദ്ധനും. ശ്രീകൃഷ്ണന്റെ പേരക്കുട്ടിയായ അനിരുദ്ധന്റെ കഥയിലും ബാല്യകാലത്തെ പ്രണയവും വിവാഹവും പരാമർശിക്കുന്നുണ്ട്. ബാണാസുരന്റെ മകളായ ഉഷ സ്വപ്നത്തിൽ കണ്ട അനിരുദ്ധനെ പ്രണയിക്കുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുമ്പോൾ അവർ കൗമാരപ്രായത്തിലേക്ക് കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 3. മറ്റ് ദേവതകൾ. പഴയ പുരാണ കഥകളിലെല്ലാം ഗൗരി കല്യാണം എന്നൊരു സങ്കല്പമുണ്ട്. പെൺകുട്ടി ഋതുമതിയാകുന്നതിന് മുൻപ് ഏകദേശം 8 മുതൽ 10 വരെ വയസ്സ് വിവാഹം നടത്തുന്നതിനെയാണ് അന്ന് ഉത്തമമായി കണക്കാക്കിയിരുന്നത്. പാർവതി ദേവിയുടെ ഒരു ഭാവമായ ഗൗരി എന്ന പേര് തന്നെ ഈ പ്രായത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇത്ര ചെറിയ പ്രായം? അന്നത്തെ കാലത്ത് ത്രേതായുഗം, ദ്വാപരയുഗം, വിവാഹം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്നതിലുപരി 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയായിരുന്നു. രാജകുടുംബങ്ങളിൽ ബന്ധം ഉറപ്പിക്കാനായി വളരെ നേരത്തെ തന്നെ വിവാഹങ്ങൾ നടത്തുമായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞാലും പെൺകുട്ടി പ്രായപൂർത്തിയായ ശേഷം മാത്രമേ ഭർത്താവിനോടൊപ്പം താമസം തുടങ്ങാറുള്ളൂ എന്നൊരു രീതിയും ഉണ്ടായിരുന്നു. താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഇത് പങ്കുവെക്കുമ്പോൾ ഒരുപാട് കല്യാണം കഴിച്ച ദേവന്മാരുണ്ടോ, ദേവിയോ ഉണ്ടോ? തീർച്ചയായും പുരാണങ്ങളിൽ ഒന്നിലധികം വിവാഹം കഴിച്ച ദേവന്മാരെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. എന്നാൽ ദേവിമാരുടെ കാര്യത്തിൽ ഈ രീതി വളരെ കുറവാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ഒന്നിലധികം വിവാഹം കഴിച്ച ദേവന്മാർ. ശ്രീകൃഷ്ണൻ ഏറ്റവും കൂടുതൽ വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നത് കൃഷ്ണനെയാണ്. പ്രധാനമായും 8 പത്നിമാരാണ്, അഷ്ടഭാര്യമാർ. കൃഷ്ണനുള്ളത് രുക്മിണി, സത്യഭാമ, ജാമ്പവതി, കാളിന്തി, മിത്രവിന്ദ, നാഗ്മജിതി, ഭദ്ര, ലക്ഷ്മണ. കൂടാതെ നരകാസുരന്റെ തടവിൽ നിന്ന് മോചിപ്പിച്ച 16,000 സ്ത്രീകളെ അദ്ദേഹം സംരക്ഷിക്കാനായി പത്നിമാരായി സ്വീകരിച്ചുവെന്നും കഥയുണ്ട്. മഹാവിഷ്ണു, ലക്ഷ്മി ദേവിയാണ് പ്രധാന പത്നി. എന്നാൽ പല അവതാരങ്ങളിലും വിഷ്ണുവിന് ഒന്നിലധികം പത്നിമാരുണ്ട്. ഉദാഹരണത്തിന് വരാഹ അവതാരത്തിൽ ഭൂമിദേവിയെയും വിഷ്ണു വിവാഹം കഴിക്കുന്നു. ദക്ഷിണേന്ത്യൻ വിശ്വാസമനുസരിച്ച് തിരുപ്പതി വെങ്കടേശ്വരന് ശ്രീദേവി, ഭൂദേവി എന്നിങ്ങനെ 2 പത്നിമാരുണ്ട്. മുരുകൻ, സുബ്രഹ്മണ്യൻ. മുരുകന് 2 പത്നിമാരാണുള്ളത്, ദേവസേനയും വള്ളിയും. ഇതിൽ ദേവസേന ദേവേന്ദ്രന്റെ മകളും വള്ളി ഒരു വേടകുമാരിയുമാണ്. ഗണപതി. ചില പുരാണങ്ങൾ പ്രകാരം ഗണപതിക്ക് സിദ്ധി, ബുദ്ധി എന്നിങ്ങനെ 2 പത്നിമാരുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഗണപതിയെ ബ്രഹ്മചാരിയായി കാണുന്ന രീതിയും നിലവിലുണ്ട്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എങ്കിലും ചില പ്രത്യേക വിശ്വാസങ്ങളിൽ കുളത്തൂപ്പുഴ പോലുള്ള ക്ഷേത്രങ്ങളിൽ അയ്യപ്പന് പത്നിമാരുള്ളതായി സങ്കല്പമുണ്ട്.
2. ഒന്നിലധികം വിവാഹം കഴിച്ച ദേവിമാർ. ദേവിമാരുടെ കാര്യത്തിൽ ഒന്നിലധികം വിവാഹങ്ങൾ എന്ന രീതി പുരാണങ്ങളിൽ വളരെ അപൂർവമാണ്. എങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങൾ ശ്രദ്ധേയമാണ്. പാർവതി സതി. ശിവന്റെ പത്നിയായ സതീദേവി തന്നെയാണ് പിന്നീട് പാർവതിയായി ജനിക്കുന്നത്. വ്യക്തി ഒന്നാണെങ്കിലും 2 ജന്മങ്ങളിലായി നടന്ന വിവാഹങ്ങളാണിത്. ദ്രൗപദി. മനുഷ്യരൂപത്തിലുള്ള ദേവിയംശം. പുരാണത്തിൽ ദേവിയംശമായി കരുതപ്പെടുന്ന ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. പാണ്ഡവർ. ദ്രൗപദി മുൻജന്മത്തിൽ ശിവനോട് 5 ഗുണങ്ങളുള്ള ഭർത്താവിനെ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് കഥ. താര. ബൃഹസ്പതിയുടെ പത്നി. ചന്ദ്രൻ താരയെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അവർക്ക് ബുധൻ എന്ന മകൻ ജനിക്കുകയും ചെയ്യുന്ന കഥയുണ്ട്. ഇത് ദേവലോകത്തെ വിവാഹബന്ധങ്ങളിലെ സങ്കീർണമായൊരു കഥയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പഴയ കാലഘട്ടത്തിലെ രാജകീയ രീതികളും വിവിധ വർഗങ്ങൾ തമ്മിലുള്ള ഐക്യം ഉറപ്പാക്കാനുമാണ് ദേവന്മാർ ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചതായി പുരാണങ്ങളിൽ ചിത്രീകരിച്ചു. ഓരോ വിവാഹത്തിനും പിന്നിൽ ഒരു ധർമ്മരക്ഷാ ദൗത്യം കൂടി ഉണ്ടാകാം. ഹാരിസ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബീനെ പോലുള്ള ആളുകളുടെ വിവാഹവും അവരുടെ ചെറുപ്രായത്തിലുള്ള വിവാഹത്തെ കുറിച്ചിട്ടും വളരെ മോശമായി പറയുന്നത്? ഹാരിസ്, നിങ്ങൾ ചോദിച്ച ചോദ്യം ചരിത്രപരമായും സാമൂഹികമായും വളരെ പ്രസക്തമായ ഒന്നാണ്. പഴയകാലത്തെ വിവാഹങ്ങളെക്കുറിച്ച് അത് ദേവന്മാരുടേതായാലും പ്രവാചകന്മാരുടേതായാലും മനസ്സിലാക്കുമ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബിയുടെയും ആയിഷ ബീവിയുടെയും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും നടക്കാറുണ്ട്. അതിനെ ചരിത്രപരമായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ കാണാം. 1. അന്നത്തെ കാലഘട്ടം 7-ാം നൂറ്റാണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ലോകമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത്. ശൈശവ വിവാഹം സർവ്വസാധാരണമായിരുന്നു. അന്നത്തെ കാലത്ത് അറബ് നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലും യൂറോപ്പിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പെൺകുട്ടികൾ ശാരീരികമായ വളർച്ച, പ്രായാധിക്യം എത്തുമ്പോൾ തന്നെ വിവാഹം കഴിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ജീവിക്കാനുള്ള സാഹചര്യം, യുദ്ധങ്ങളും കഠിനമായ കാലാവസ്ഥയും കാരണം ആയുർദൈർഘ്യം കുറവായിരുന്നു. അതിനാൽ വംശനിലനിൽപ്പിനായി വളരെ നേരത്തെ വിവാഹങ്ങൾ നടന്നിരുന്നു. 2. മുഹമ്മദ് നബിയുടെ വിവാഹങ്ങൾ. നബിയുടെ വിവാഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖദീജ ബീവിയുമായുള്ള വിവാഹം. നബിയുടെ ആദ്യ വിവാഹം 25-ാം വയസ്സിലായിരുന്നു. ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സായിരുന്നു. അവർ ജീവിച്ചിരുന്ന 25 വർഷക്കാലം നബി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നില്ല. പിന്നീടുള്ള വിവാഹങ്ങൾ. ഖദീജ ബീവിയുടെ മരണശേഷമാണ് നബി ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ചത്. ഇതിൽ മിക്കവാറും വിവാഹങ്ങൾ രാഷ്ട്രീയമായ ഐക്യമുണ്ടാക്കാനോ പൊളിറ്റിക്കൽ അലയൻസസ്, യുദ്ധത്തിൽ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകളെ സംരക്ഷിക്കാനോ വേണ്ടിയായിരുന്നു. 3. ആയിഷ ബീവിയുമായുള്ള വിവാഹം. അന്നത്തെ കാലത്ത് ഒരു സാധാരണ സംഭവമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കാരണം നബിയുടെ ശത്രുക്കൾ പോലും ആ കാലത്ത് ആ വിവാഹത്തെ ഒരു കുറ്റമായി കണ്ടിരുന്നില്ല. കാരണം ആ സമൂഹത്തിൽ അതൊരു തെറ്റായ കീഴ്വഴക്കമായിരുന്നില്ല. ഇസ്ലാമിക നിയമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ആയിഷ ബീവി വലിയ പങ്കുവഹിച്ചു. നബിയുടെ ജീവിതത്തിലെ സ്വകാര്യമായ അറിവുകൾ പോലും ലോകത്തിന് പകർന്നു നൽകാൻ ആ വിവാഹം സഹായിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 4. മാറ്റങ്ങൾ വന്നതെങ്ങനെ? കാലം മാറുമ്പോൾ നിയമങ്ങളും മാറുന്നു. ആരോഗ്യവും വിദ്യാഭ്യാസവും. ഇന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനും ശാരീരികമായും മാനസികമായും പക്വത പ്രാപിക്കാനും സമയം ആവശ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. നിയമങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് മിക്ക രാജ്യങ്ങളിലും വിവാഹപ്രായം 18-21 നിശ്ചയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ശ്രീരാമന്റെയും സീതയുടെയും വിവാഹമായാലും മുഹമ്മദ് നബിയുടെ വിവാഹമായാലും അവയെല്ലാം ആ കാലഘട്ടത്തിലെ നോർമലായ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ കണ്ണട വെച്ച് നമ്മൾ ആയിരക്കണക്കിന് വർഷം മുൻപത്തെ കാര്യങ്ങളെ അളക്കുമ്പോഴാണ് അത് അസ്വാഭാവികമായി തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മതപരമായ കാര്യങ്ങൾക്കപ്പുറം ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുന്നത് ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ എളുപ്പമാക്കും. മറ്റെന്തെങ്കിലും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു മതത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കൊണ്ടുവരുന്നത്. ഒരു സനാതന ധർമ്മം എന്നുള്ള ഒരു പേജും വെച്ചിട്ട് ഫുള്ള് മുസ്ലിങ്ങളുടെ അവരുടെ കാലഘട്ടത്തിലുള്ള പഴയ കാലഘട്ടത്തിലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അലക്കിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരായ ആൾക്കാരുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത്, പ്രത്യേകിച്ച് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള നാറികളുടെ വീഡിയോസ് എടുത്തിട്ട് ഇവരിങ്ങനെ അലക്കുന്നത്. എന്തിനാണ്? ഇവർ സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ട് മഹത്വമുണ്ട്. ജസ്റ്റ് ഇതിൽ ചോദിച്ചാൽ മതി, സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയും. പക്ഷേ ഇവനൊക്കെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതാണോ ഒരു ദൈവവിശ്വാസിയായ ആളുകൾ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കും, ഒന്ന് ചിന്തിച്ച് നോക്കും പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ
അന്നത്തെ കാലഘട്ടത്തിലത്തെ വിഷയങ്ങൾ എടുത്തിട്ട് ഇന്ന് ഒരുപാട് ഹൈന്ദവരായ ആൾക്കാർ വന്നിട്ട് വളരെ മോശമായിട്ട് മുസ്ലിങ്ങളെയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയും അവർ ആരാധിക്കുന്ന ആളുകളെയൊക്കെ കുറിച്ച് പറയും അല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം ഇതേപോലെ എടുത്തിട്ട് പഴയ വിഷയങ്ങളെടുത്ത് അലക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോശപ്പെട്ട രീതിയിൽ ഇത് ഇത്ര കല്യാണം കഴിച്ചിട്ട് അത്ര കല്യാണം കഴിച്ചിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഒരുത്തൻ വീഡിയോ ചെയ്ത് പോലും. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ അകത്ത് നടക്കുന്നതെല്ലാം നിങ്ങളെ മൈൻഡ് വാഷ് ചെയ്യുക, നിങ്ങൾക്കൊരു ശത്രു ഉണ്ടാക്കി തരിക എന്നുള്ളതാണ്. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വഴിയെ നമ്മളെ ഫോളോ ചെയ്യുക. നമ്മളിതൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ നല്ല രീതിയിൽ എടുക്കുക. ഇതൊക്കെ ചരിത്രമാണ് കേട്ടോ, ഞാനല്ല പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഏത് ദേവന്മാരെക്കുറിച്ചും ദേവിമാരെക്കുറിച്ചും അവരുടെ നല്ല കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ, 1000 കാര്യങ്ങളുണ്ടാവും. നമ്മൾ അത്ഭുതപ്പെട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ ഇസ്ലാമിലും അങ്ങനെ തന്നെ പറയും. അപ്പം നമുക്ക് നല്ല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ പോവുക. മനസ്സിലായ? അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യമൊക്കെ മനുഷ്യർ തന്നെ വളരെ കുറവാണ്. ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലഘട്ടം. മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള പേജുകളെയൊക്കെ ഹൈന്ദവരായ ആൾക്കാർ സനാതന ധർമ്മം എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് പോയി നിൽക്കും. പക്ഷെ ഫുള്ള് മുസ്ലിങ്ങളുടെ വർഗീയത മാത്രമാണ് നിങ്ങൾക്ക് കുത്തിത്തരുന്നത്. നല്ലൊരു ഹൈന്ദവനായ ഒരു വ്യക്തി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇങ്ങനത്തെ പേജുകൾക്കെതിരെയൊക്കെ തീർച്ചയായിട്ടും അവർ തന്നെ കമൻറ്റിലൂടെ എന്തിനാണ് മറ്റുള്ള മതക്കാരെ അപമാനിക്കുന്നത്, നിങ്ങൾ ഈ സനാതന ധർമ്മം എന്നുള്ള പേജൊക്കെ പേരും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് തീർച്ചയായിട്ടും നല്ലൊരു ഹൈന്ദവനായ ഒരു വ്യക്തി ചോദിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും നല്ലൊരു വിഷയമായിട്ട് വരാം.